PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ 5 നടക്കാനിരിക്കുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ നിന്നും രണ്ടാമത്തെ മൊഡ്യൂളിലെ ക്രെഡിറ്റ് കൺട്രോൾ. നമുക്കറിയാം, ഓഗസ്റ്റ് 25 കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാം നടക്കാൻ പോവുകയാണ്. ആ ഒരു എക്സാമിനും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നമ്മൾ പഠിക്കാൻ പോകുന്നു RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനായ ക്രെഡിറ്റ് കൺട്രോൾ. RBIയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ തീർച്ചയായും കാണണം. രണ്ട് മെത്തേഡ്സ് ആണ് RBI ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ മറ്റൊരു പേരാണ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഓൾസോ നോൺ ആസ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. അതുപോലെ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്നാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ മറ്റൊരു പേര്. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഓൾസോ നോൺ ആസ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഓർ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. ഇതിൽ 3 മെത്തേഡ്സ് RBI അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ റിസർവ് റേഷ്യോ. ഒന്നാമത്തേത് ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്സ്യൽ ബാങ്ക്സ് റീഡിസ്കൗണ്ട് ദെയർ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. അതായത് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നും ബില്ലുകളും കൊമേഴ്സ്യൽ പേപ്പേഴ്സും RBI പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് ആണ് ബാങ്ക് റേറ്റ്. അതുകൊണ്ട് തന്നെ ബാങ്ക് റേറ്റിനെ ഡിസ്കൗണ്ട് റേറ്റ് എന്നും പറയുന്നു. ബാങ്ക് റേറ്റ് ഈസ് ദ മിനിമം റേറ്റ് അറ്റ് വിച്ച് ദ RBI മേക്സ് പർച്ചേസ് ഓർ റീഡിസ്കൗണ്ട് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അതർ കൊമേഴ്സ്യൽ പേപ്പർ ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്. ബാങ്ക് റേറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്കൗണ്ട് റേറ്റ്. At the time of inflation, central bank raises bank rate, and at the time of deflation, the central bank reduces the bank rate. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് സെൻട്രൽ ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും? ഉയർത്തും. അതുപോലെ ഡിഫ്ലേഷൻ്റെ സമയത്ത് ബാങ്ക് റേറ്റ് സെൻട്രൽ ബാങ്ക് റെഡ്യൂസ് ചെയ്യും. ബാങ്ക് റേറ്റിൽ ഉണ്ടാകുന്ന വർധനവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടൈറ്റ് മണി പോളിസിയെയാണ്. RBI ആക്ടിൻ്റെ 49ാമത്തെ സെക്ഷനിലാണ് ബാങ്ക് റേറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 49 ഓഫ് RBI ആക്ട് ഡിഫൈൻസ് ബാങ്ക് റേറ്റ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് ബാങ്ക് റേറ്റ് പോളിസിയെ ഒരു ക്രെഡിറ്റ് കൺട്രോൾ വെപ്പണായിട്ട് ആദ്യം യൂസ് ചെയ്തത്. The Bank of England was the first central bank to develop the bank rate as a weapon to credit control. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നമുക്കറിയാം, നോട്ട് ഇഷ്യൂ ചെയ്ത ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഫോം ചെയ്ത വർഷം 1694. ഇതാണ് ബാങ്ക് റേറ്റ് പോളിസി. രണ്ടാമത്തേത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ മീൻസ് buying and selling of commercial papers and government securities in the market by the central bank is called open market operation. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെല്ലിംഗ് ആൻഡ് റീപർച്ചേസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ RBI ത്രൂ കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്കുകൾ മുഖാന്തരമാണ് RBI ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ RBI സെൽസ് സെക്യൂരിറ്റീസ് ടു ബാങ്ക്സ് ഫോർ റെഡ്യൂസ് മണി സപ്ലൈ ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ഡിഫ്ലേഷൻ RBI ബൈ സെക്യൂരിറ്റീസ് ഫ്രം ബാങ്ക്സ് ഫോർ ഇൻക്രീസ് മണി സപ്ലൈ. അതായത് ഇൻഫ്ലേഷൻ്റെ സമയത്ത് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കൈവശമുള്ള എക്സസ് മണി RBIയിലേക്ക് വരുന്നതിന് വേണ്ടി RBI സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് തിരിച്ചും ഡിഫ്ലേഷൻ്റെ സമയത്ത് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കൈവശമുള്ള സെക്യൂരിറ്റീസ് RBI പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ RBI ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ 2 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്: ഔട്ട്റൈറ്റ് ആൻഡ് റീപ്പോ. ഔട്ട്റൈറ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ തുറന്ന വിപണി പ്രവർത്തനം. ഇതിൽ RBI വാങ്ങിയ സെക്യൂരിറ്റീസ് പിന്നീട് വിൽക്കുമെന്ന് പ്രോമിസ് ചെയ്യുകയോ
വിറ്റ സെക്യൂരിറ്റീസ് തിരിച്ചു വാങ്ങുമെന്ന് പ്രോമിസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് പെർമനൻറ്റ് ഇൻ നേച്ചർ. എന്നാൽ റീപ്പോ അല്ലെങ്കിൽ റീപർച്ചേസ് എഗ്രിമെൻറ്റിൽ RBI കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് ഗവൺമെൻറ് ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുകയും അത് തിരിച്ചു കൊടുത്തോളാം എന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് റീപ്പോ അല്ലെങ്കിൽ റീപർച്ചേസ് എഗ്രിമെൻറ്റ്. റീപ്പോ റേറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ RBI ലെൻഡ്സ് മണി ടു കൊമേഴ്സ്യൽ ബാങ്ക്സ്. RBI റീപ്പോ റേറ്റിൽ പണം കൊടുത്താണ് സെക്യൂരിറ്റീസ് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നത്. The rate at which the RBI lends money to commercial banks for meeting liquidity is called repo rate. റീപ്പോ റേറ്റ് എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയുടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്, അത് പിന്നെ പഠിക്കാം. റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ റേറ്റ് അറ്റ് വിച്ച് ദ RBI ലെൻഡ്സ് മണി ടു കൊമേഴ്സ്യൽ ബാങ്ക്സ്. അറ്റ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് RBI റീപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഫോർ റെഡ്യൂസ് മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഫ്ലേഷൻ്റെ സമയത്ത് RBI റീപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ഡിഫ്ലേഷൻ റീപ്പോ റേറ്റ് റെഡ്യൂസ്ഡ്. ഡിഫ്ലേഷൻ്റെ സമയത്ത് റീപ്പോ റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അതായത് ഇൻഫ്ലേഷൻ്റെ സമയത്ത് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ അടുത്ത് ധാരാളം പണം ഉണ്ടാകുന്നു. അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI റീപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. റീപ്പോ റേറ്റ് എന്താണ് നമ്മൾ പഠിച്ചു. അടുത്തത് റിവേഴ്സ് റീപ്പോ റേറ്റ്. റിവേഴ്സ് റീപ്പോ റേറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് മണി ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്സ് വിത്തിൻ ദ കൺട്രി ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. RBI കൊമേഴ്സ്യൽ ബാങ്കുകളുടെ അടുത്ത് നിന്ന് മണി ബോറോ ചെയ്യുന്നു കുറച്ച് കാലത്തേക്ക്. ദ ബാങ്ക് ക്യാൻ ഡെപ്പോസിറ്റ് ദെയർ മണി വിത്ത് RBI ഫോർ 1 to 14 days. ഒരു ദിവസം മുതൽ 14 ദിവസം വരെ ബാങ്കുകൾക്ക് RBIയുടെ അടുത്ത് മണി ഡെപ്പോസിറ്റ് ചെയ്യാം. റിവേഴ്സ് റീപ്പോ റേറ്റ് ഈസ് 1% ലോവർ ദാൻ റീപ്പോ റേറ്റ്. റീപ്പോ റേറ്റിനേക്കാളും 1% കുറവായിരിക്കും റിവേഴ്സ് റീപ്പോ റേറ്റ്. റിവേഴ്സ് റീപ്പോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെയിലി ബേസിസിലാണ്. അറ്റ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ RBI ഇൻക്രീസ് റിവേഴ്സ് റീപ്പോ റേറ്റ് ടു എൻകറേജ് ബാങ്ക്സ് ടു മേക്ക് ഡെപ്പോസിറ്റ് ഇൻ RBI. ഇൻഫ്ലേഷൻ്റെ സമയത്ത് RBI റിവേഴ്സ് റീപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? കൊമേഴ്സ്യൽ ബാങ്കുകൾ കൂടുതൽ ഡെപ്പോസിറ്റ് RBIയുടെ അടുത്ത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അതുവഴി പണപ്പെരുപ്പം എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് റിവേഴ്സ് റീപ്പോ റേറ്റ്. അടുത്തത് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ. അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് സിസ്റ്റമാണ് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ ഒരു ക്രെഡിറ്റ് കൺട്രോൾ വെപ്പണായി ആദ്യം യൂസ് ചെയ്തത്. ഫെഡറൽ റിസർവ് സിസ്റ്റം ഫോം ചെയ്ത വർഷം നമ്മൾ പഠിച്ചതാണ് RBIയുടെ ക്ലാസ്സിൽ 1913. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ തുടങ്ങിയ റിസർവുകൾ ക്രിയേറ്റ് ചെയ്ത് RBI ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണിത്. ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ക്യാഷ് റിസർവ് റേഷ്യോ. Each bank has to keep a certain percentage of its total deposits with RBI as cash reserves. ഓരോ ബാങ്കുകളും അവയുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ നിശ്ചിത ശതമാനം ക്യാഷ് റിസർവ് RBIയുടെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. CRR is a certain percentage of net demand and time liability of banks maintained in the form of cash with RBI. അതായത് ടോട്ടൽ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും ടോട്ടൽ ടൈം ഡെപ്പോസിറ്റിൻ്റെയും ഒരു നിശ്ചിത ശതമാനം ക്യാഷ് റിസർവ് ആയി RBIയുടെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. RBI ആക്ടിൻ്റെ 42ാമത്തെ സെക്ഷനിലാണ് ക്യാഷ് റിസർവ് റേഷ്യോയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 42 ഓഫ് RBI ആക്ട് ഡീൽസ് വിത്ത് ക്യാഷ് റിസർവ് റേഷ്യോ. അതുപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ 18ാമത്തെ സെക്ഷനിലാണ് ക്യാഷ് റിസർവ് റേഷ്യോനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 18 ഓഫ് BR ആക്ട് ഡീൽസ് വിത്ത് ക്യാഷ് റിസർവ് റേഷ്യോ. എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളുമാണ് ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ബാങ്കുകളിൽ നിന്ന് 3% പിഴ ഈടാക്കുന്നതാണ്. ഇതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR. SLR is a minimum percentage of deposits that a commercial bank has to maintain in the form of liquid cash, gold or other securities. ആദ്യം നമ്മൾ പറഞ്ഞത് ക്യാഷായിട്ട് റിസർവ് ചെയ്യേണ്ടതാണ്.
ഇതിൽ പറയുന്നത് ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ലിക്വിഡ് ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ മറ്റ് സെക്യൂരിറ്റീസോ ആയിട്ട് മാറ്റിവെക്കണം എന്നാണ്. ബാങ്കുകളുടെ ലിക്വിഡിറ്റിയും സോൾവൻസിയും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ SLR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SLR ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ 24ാമത്തെ സെക്ഷനിലാണ് SLRനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 24 ഓഫ് BR ആക്ട് ഡീൽസ് വിത്ത് SLR. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ റിസർവ് റേഷ്യോ, ഇത് മൂന്നും ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ആണ്. അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഓർ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇതിൽ വരുന്നത് റാഷനിങ് ഓഫ് ക്രെഡിറ്റ്, പബ്ലിസിറ്റി, മോറൽ സോഷൻ, ഡയറക്റ്റ് ആക്ഷൻ, മാർജിൻ റിക്വയർമെൻറ്റ്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, കൺട്രോൾ ഓഫ് ബാങ്ക് അഡ്വാൻസസ് ത്രൂ ഡയറക്റ്റീവ്സ്. എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് റാഷനിങ് ഓഫ് ക്രെഡിറ്റ്. RBI sets a maximum limit on loans and advance given by commercial banks. കൊമേഴ്സ്യൽ ബാങ്കുകൾ ഓരോ പർപ്പസിന് വേണ്ടിയും കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ ഒരു ലിമിറ്റ് വെക്കുന്നു. ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതിനെയാണ് റാഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഫിനാൻസ്, ഹൗസിംഗ് ഫിനാൻസ്, ഇങ്ങനെ ഓരോ സെക്ടറിനും കൊടുക്കുന്ന ലോണിന് ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നതാണ് റാഷനിങ് ഓഫ് ക്രെഡിറ്റ്. രണ്ടാമത്തേത് പബ്ലിസിറ്റി. RBI must publish various reports about economic situation, banking sector innovation, etc. മാറി മാറി വരുന്ന സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിലെ മാറ്റങ്ങൾ ഇവയൊക്കെ RBI സമയാസമയം പബ്ലിഷ് ചെയ്യുന്നു. ഇതുമൂലം കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് അവർ പ്രൊവൈഡ് ചെയ്ത ക്രെഡിറ്റിന് എക്കണോമിക് സിറ്റുവേഷൻസ് അനുസരിച്ച് മാറ്റം വരുത്തുവാൻ സാധിക്കും. അതാണ് പബ്ലിസിറ്റി. അടുത്തത് മോറൽ സോഷൻ. RBI കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് സമയാസമയം ആവശ്യമായ അഡ്വൈസ്, സജഷൻസ് ഒക്കെ കൊടുത്ത് മോറലി ഇൻഫ്ലുവൻസ് ചെയ്യുകയും അൺപ്രൊഡക്റ്റീവ് പർപ്പസിന് ലോണ് കൊടുക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഇതാണ് മോറൽ സോഷൻ. അടുത്തത് ഡയറക്റ്റ് ആക്ഷൻ. RBIയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കാത്ത ബാങ്കുകൾക്കെതിരെ ഡയറക്റ്റ് ആക്ഷൻ എടുക്കാനും RBIക്ക് അധികാരമുണ്ട്. മാർജിൻ റിക്വയർമെൻറ്റ്സ്. മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Margin is the difference between value of security offered for a loan and amount of loan granted. ഒരു സെർട്ടൻ മാർജിൻ വെച്ച് മാത്രമാണ് ബാങ്കുകൾ ലോണ് കൊടുക്കുന്നത്. മാർജിൻ മീൻസ് ബോറോവേഴ്സ് ഓഫർ ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ വാല്യൂവും ഗ്രാൻഡ് ചെയ്ത ലോണിൻ്റെ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡാണ്. അടുത്തത് റെഗുലേഷൻ ഓൺ കൺസ്യൂമർ ക്രെഡിറ്റ്. കൺസ്യൂമർ ഗുഡ്സ് വാങ്ങുന്നതിന് വേണ്ടി കൊമേഴ്സ്യൽ ബാങ്കുകൾ ഇൻഡിവിജ്വൽസിന് കൺസ്യൂമർ ക്രെഡിറ്റ് കൊടുക്കുന്നു. RBI മേ റെഗുലേറ്റ് കൺസ്യൂമർ ക്രെഡിറ്റ് ഇഫ് ഇറ്റ് മേ കോസ് ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ. എന്നാൽ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ കാരണമായേക്കാവുന്ന കൺസ്യൂമർ ഗുഡ്സ് വാങ്ങുന്നതിന് കൊടുക്കുന്ന ക്രെഡിറ്റ് റെഡ്യൂസ് ചെയ്യുകയോ റെസ്ട്രിക്റ്റ് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് റെഗുലേഷൻ ഓൺ കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ചില കൺസ്യൂമർ ഗുഡ്സ് വാങ്ങുന്നതിനുള്ള കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് RBIയുടെ ഒരു ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡാണ്. അടുത്തത് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് ത്രൂ ദ RBI ഡയറക്റ്റീവ്സ്. സമയാസമയങ്ങളിലുള്ള RBIയുടെ ഡയറക്റ്റീവ്സിലൂടെ കൊമേഴ്സ്യൽ ബാങ്കുകൾ അവരുടെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നു. റാഷനിങ് ഓഫ് ക്രെഡിറ്റ്, പബ്ലിസിറ്റി, മോറൽ സോഷൻ, ഡയറക്റ്റ് ആക്ഷൻ, മാർജിൻ റിക്വയർമെൻറ്റ്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, കൺട്രോൾ ഓഫ് ബാങ്ക് അഡ്വാൻസസ് ത്രൂ ഡയറക്റ്റീവ്സ്. ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ്. RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളിൽ ഒന്നായ ക്രെഡിറ്റ് കൺട്രോൾ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.